ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെയുള്ള താഴ്ന്ന ജാതിയാണെന്ന് പറയപ്പെട്ടിരുന്ന ജനതയെ വഴി നടക്കാൻ സമ്മതിക്കാത്തത് മുസ്ലിങ്ങളാണോ? ഇവിടെയുള്ള താഴ്ന്ന ജാതി ആണെന്ന് പറയപ്പെട്ടിരുന്ന ജനതയ്ക്ക് മാറുമറയ്ക്കാൻ സമ്മതിക്കാത്തത് മുസ്ലിങ്ങളാണോ? ചെവിയിൽ ഈ ഉരുക്കി ഒഴിച്ചത് മുസ്ലിങ്ങളാണോ? അവരെ അവന്റെ ഹയ്യാഹോ എന്ന് പറയുമ്പോൾ എന്റെ കൺമുമ്പിൽ കാണരുത്, നീ എവിടെയെങ്കിലും ഇപ്പോൾ ഒളിച്ചിരിക്കണമെന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണോ? ഒരിക്കലും അല്ല. കാരണം ഇവിടെയുള്ള താഴ്ന്ന ഈ ഈഴവന്റെ അടുത്തും പറയന്റെ അടുത്തും പൊലേന്റെ അടുത്തൊക്കെ സകല ക്രൂരതകളും ചെയ്ത്, അല്ലെങ്കിൽ ഈ ഈഴവരെയും പറയരെയും പൊലേരെയൊക്കെ ക്രിമികീടമായിട്ട് കണ്ടത് മൊത്തം ഈ സവർണ്ണ ജാതി പെട്ടവന്മാരാണ്. മുസ്ലിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു മോശമായിട്ടും പെരുമാറിയിട്ടില്ല. പിന്നെ എനിക്ക് വെക്കാനുള്ള ചോദ്യം, എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഈഴവനും പറയനും പൊലേനും ഒക്കെ എന്ത് കണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങളെ വെറുക്കുന്നത്? ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സവർണ്ണന്മാരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ട്. ഈ സവർണ്ണ ജാതി ബ്രാഹ്മണരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് അത് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരിക്കലും ഈ മുസ്ലിമിനെ യവന്മാർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അതായത് ബ്രാഹ്മണസത്തിന് കീഴിൽ അല്ലെങ്കിൽ ആര്യന്മാരാണ് വലുതെന്നും ബാക്കിയുള്ളവരൊക്കെ താഴെ എന്ന് ഈ മുസ്ലിങ്ങളാക്കാൻ സമ്മതിച്ചിട്ട്, മുസ്ലിംസ് ഭയങ്കര തീവ്ര വിശ്വാസികളാണ്. അപ്പോൾ അതിന്റെ ഒരു പക മുസ്ലിങ്ങളോട് ഈ ബ്രാഹ്മൺസിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്രാഹ്മൺസും മുസ്ലിങ്ങളും തമ്മിലുള്ള